ഒരാഴ്ച കണ്ടിന്യൂസ് മഴയായിരുന്നു. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നമ്മുടെ ഈ ഒരു ചെടികളിലൊക്കെ കാണുന്നത്. നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്. വെള്ളമൊന്നും നിൽക്കില്ല എങ്കിൽ പോലും നമ്മുടെ ചെടികളുടെ ഉള്ളിൽ നല്ല രീതിയിൽ വെള്ളം നിൽക്കുന്നുണ്ട്. എന്താണ് കാരണം എന്നറിയില്ല. ഡ്രെയിനേജ് ബ്ലോക്ക് ആയതാണോ അതോ കണ്ടിന്യൂസ് ഇങ്ങനെ മഴ വെള്ളം വീഴുന്നത് കൊണ്ടാണോ ഒന്നും അറിയില്ല. നമ്മുടെ ഒട്ടുമിക്ക ചെടികളും പുറത്താണ് നിന്നിരുന്നത്. ചില ചെടികൾ മാത്രം ഈ ഷെയ്ഡിൻ്റെ താഴെ നിന്നിരുന്നു. എല്ലാ ചെടികളും ഇങ്ങനെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ ചീഞ്ഞ് എന്താ പറയുക, നമ്മുടെ റോസയൊക്കെ നമ്മൾ നല്ല രീതിയിൽ പൂവിട്ട് വന്ന റോസകളെല്ലാം തന്നെ ചീഞ്ഞ് പോയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു സൈഡിൽ നിന്ന് ചെടികളെയൊക്കെ നമുക്ക് കുറച്ച് ട്രേ ഒക്കെ വാങ്ങിക്കുവാണെങ്കിൽ സിറ്റ് ഔട്ടിലോട്ടും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഇൻഡോർ തന്നെ വെക്കാമെന്ന് തീരുമാനിച്ചു. കുറച്ച് ചെടികളും അതിൻ്റെ ചെടിച്ചട്ടിയൊക്കെ ഞാൻ തുടച്ച് തൂത്തെടുത്തു, സിറ്റ് ഔട്ടിൽ വെച്ചു. പിന്നെ ചീയാത്ത കുറച്ച് റോസകൾ മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ കേട്ടോ. ബാക്കി ഒട്ടുമിക്ക റോസ് നമ്മുടെ ചീഞ്ഞു പോയി. ഈ ഒരു ചെടിയൊക്കെ നന്നായിട്ട് നമുക്ക് ഫ്ലവറും അതുപോലെ തന്നെ നല്ല സ്റ്റെമ്മൊക്കെ വന്ന് തുടങ്ങിയതാണ്. കാറ്റത്ത് ഇതൊക്കെ അങ്ങ് ആടി മറിഞ്ഞു. എന്താ പറയുക, സ്റ്റെമ്മൊക്കെ ഒടിഞ്ഞു വീണു. പിന്നെ നമ്മൾ ഈ ഒരു മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുറത്തോട്ട് ഇറങ്ങാനും ചെടികൾ ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിൽ തന്നെ നല്ല ഇൻസെക്ട്സ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലേഡി ബേർഡിനെ പോലത്തെ കുറേ ഇൻസെക്ട്സ് വന്ന് ഇതിൻ്റെ ലീഫൊക്കെ തിന്നു. അതുപോലെ തന്നെ നമ്മുടെ അവിടെ നിന്ന പച്ചക്കറികളുടെ കൂമ്പും മുളകിൻ്റെ കൂമ്പൊക്കെ തിന്നു. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമുക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ചെടികളൊക്കെ ഹാങ് ചെയ്താണ് ഇട്ടിരുന്ന ടേബിൾ റോസ. അതിനൊന്നും വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ താഴത്ത് നിന്നിരുന്ന കുറച്ച് ടേബിൾ റോസ നന്നായിട്ട് വെള്ളം ചെന്നതുകൊണ്ട് അതിന് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുകളിൽ നിന്ന് ടേബിൾ റോസയ്ക്ക് ചെറിയ മുരടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്നുള്ള മുല്ല നമ്മൾ ഇപ്പുറത്തോട്ട് പടർത്തി വിടുന്നതാണ് കേട്ടോ. കുറച്ചായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബൊഗെയിനിലയും നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ നട്ടിട്ടുള്ള പേൾ ഗ്രാസിൻ്റെ അവസ്ഥ ഇതാണ്. കണ്ടിന്യൂസ് ഈ മഴ പെയ്യുന്നതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു ബെഗോണിയത്തിൻ്റെ തൈയും ഫുള്ള് പുഴു തിന്നിട്ടുണ്ടായിരുന്നു. പുഴുവല്ല, ഒരു സൈസ് സ്പൈഡർ വന്ന് നശിപ്പിച്ചു. നമ്മുടെ ഇൻസെക്റ്റിൻ്റെ അറ്റാക്കാണ് കേട്ടോ ഇത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഏറെ മുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ DAP വളം ഇട്ടിട്ട് ഈ മുട്ടുകളെല്ലാം തന്നെ ഈ ലേഡി ബേർഡിനെ പോലത്തെ ആ ഒരു ഇൻസെക്റ്റ് വന്ന് മൊത്തം തിന്ന് നശിപ്പിച്ചു. മൊത്തം എന്ന് പറഞ്ഞാൽ മൊത്തം. പിന്നെ ചീത്തയാവാത്ത മുട്ടുകൾ ഞാൻ അവിടെ തന്നെ നിർത്തുകയാണ്. എന്നിട്ട് ചീത്തയായ മുട്ടുകളൊക്കെ പറിച്ച് കളയാമെന്ന് ഓർത്തു. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റിനെ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അകത്തോട്ട് തന്നെ എടുത്ത് വെച്ചാൽ അവിടെ കുറച്ച് സ്പേസ് കിട്ടും. ഹാങ് ചെയ്തിട്ടിരുന്ന പ്ലാന്റ്സിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ കാണുന്നതൊക്കെ ഞാൻ ഉള്ളിൽ ഡൈനിങ് ടേബിളിൽ വെച്ചിരുന്നതാണ്. ഇതൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. പക്ഷേ അതൊക്കെ വെള്ളമായി നശിച്ച് നിൽക്കുകയാണ്. ഇനി ഇതിനെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് റിക്കവർ ചെയ്യണം.